ഹലോ ഗായ്സ്, ഇപ്പോൾ സമയം 7:30. ഏർലി മോർണിംഗ് രാവിലെ ഞങ്ങൾ നടക്കാനിറങ്ങിയതായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കുകയായിരുന്നു. അപ്പോൾ റോഡെല്ലാം ക്ലീൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് കാണുന്നത്. ഇവിടെ ക്ലീൻ സിറ്റിയാണ്, മുനിസിപ്പാലിറ്റിയാണ് ഇവിടെ ക്ലീൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ പാർക്കുകളൊക്കെ മുട്ടിനുണ്ട്. ഫസ്റ്റ് കണ്ട പാർക്കിലാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്ര രാവിലെ ആയതുകൊണ്ട് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറിയ പാർക്കാണ്, ഒരു നാച്ചുറൽ സെറ്റിങ്സാണ് ഇവിടെ മൊത്തം ഉള്ളത്. ചെമ്പകമൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്ന കണ്ടോ ഗൈസ്. തെങ്ങുണ്ട് ഗൈസ്, വലിയ തെങ്ങും ചെറിയ തെങ്ങും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് നടക്കാം, ആളുകൾക്ക് ഇതിൽ നടക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു ചെറിയൊരു പാർക്ക്. ഒരുപാട് പൈസ മുടക്കില്ലാതെ നന്നായി ചെയ്തിരിക്കുന്നു ഒരു പാർക്കാണ്. അപ്പോൾ ന്യൂഞ്ഞീനെ അവിടെ പൂച്ചേനെ കാണിച്ചു കൊണ്ടിരിക്കുന്നു. ന്യൂഞ്ഞി ലാസ്റ്റ് ആ പൂച്ചയുടെ പുറകെ പോവുകയാണ് ഗൈസ്. കണ്ടോ, ഫുൾ ഗ്രീനിഷാണ്. അവിടെയെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ഡെയിലി ഇവിടെ നനയ്ക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല ഇപ്പോഴും ഈ വെയിലത്തും ഇവിടെ നല്ല ഗ്രീനിഷായിട്ട് നിൽക്കുന്നുണ്ട്. ന്യൂഞ്ഞിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. ഈ പാർക്കിൽ ഇപ്പോഴും ആരും തന്നെ വന്നിട്ടില്ല. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പാർക്കുകളാണ്. മുട്ടിന് 5 മിനിറ്റ് ഒന്നുകൂടി നടന്ന അടുത്ത പാർക്ക് കാണാം. നിറച്ച് പാർക്കുകളായതുകൊണ്ട് ആൾക്കാർ അധികം തിരക്കൊന്നും ഇല്ല ഇവിടെ. ഇവിടെ ആണെങ്കിൽ ജസ്റ്റ് പുല്ലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പാർക്കിൽ. നന്നായിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്ലൈഡറുണ്ട്, നന്നായിട്ടുണ്ട്. ജസ്റ്റ് ഓടി നടക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമുക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വരാം, നടക്കാം, അതിനുള്ള ഒരിതേ ഉള്ളൂ. ഇനി കുറേ സമയം അതിലെ നടന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ്. ഇതൊക്കെ പുതിയതായിട്ട് വെച്ച കെട്ടിടങ്ങളാണ്. ഫസ്റ്റ് ഇതൊക്കെ ഇവിടെയൊന്നും ഈ കെട്ടിടങ്ങളുണ്ടായിരുന്നില്ല. ഇതൊക്കെ ന്യൂ ആയിട്ട് പണിത ബിൽഡിങ്ങുകളാണ്. ഞങ്ങൾ നേരെ നടക്കുകയായിരുന്നു. കടയൊന്നും തുറന്നിട്ടില്ല ഗൈസ്. കടയൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. ഈ കടയൊക്കെ റെൻറ്റിനുള്ളതാണ്, റെൻറ്റിന് വെച്ചിരിക്കുന്നതാണ്. ഇത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡാണ്, ലോക്കൽ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡാണ്. ഇവിടുന്ന് അധികം ദൂരമില്ല. ഇവിടുന്ന് ജസ്റ്റ് നമുക്ക് നടന്നു പോകാനുള്ള വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. ആ റെഡ് കളറിൽ കാണുന്ന ബിൽഡിങ്ങാണ് ബാലാജി തിയേറ്റർ. ഇവിടെയാണ് നമ്മൾ ബറോസ് കണ്ടത്. ഇവിടെ അത്യാവശ്യം സിനിമയൊക്കെ ഇവിടെ വരാറുണ്ട്. മലയാള സിനിമ, മറാഠി, ഹിന്ദി എല്ലാ ലാംഗ്വേജും തന്നെ ഇവിടെ വരാറുണ്ട്. നമ്മളിവിടെയാണ് എല്ലാ സിനിമകളും വന്ന് കാണുന്നത്. വീണ്ടും ഞങ്ങൾ നടപ്പ് തുടർന്നു. ഇത് റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ, കോപ്പറിക്കറിനെ. നമ്മളിവിടെ ജസ്റ്റ് നടക്കാൻ വന്നപ്പോൾ നമ്മളിവിടെ ഒന്ന് കയറി അപ്പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അപ്പുറത്തോട്ട് പോവുകയാണ് ഗൈസ്. കണ്ടോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡ്. ഇവിടെ നിറച്ച് മാലിന്യ കൂമ്പാരമാണ് ഗൈസ്. പിന്നെ ഇവിടെ ആളുകൾക്ക് നടക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെയാണ് ഈ റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടുന്ന് നടന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിലെത്തും. ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ റിലയൻസ് ഹോസ്പിറ്റലുള്ളത്. കണ്ടോ ഗൈസ്, അപ്പോഴാണ് നമ്മൾ പ്രാവിനെ കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കണ്ടോ ഗൈസ്, പ്രാവ്, എന്തോരം പ്രാവാണ് ഗൈസ്. ന്യൂഞ്ഞിയാണ്, പ്രാവിനെ കാണത്തില്ല ഗൈസ്. ന്യൂഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ന്യൂഞ്ഞി ഭയങ്കര കൂടാൻ ചെല്ലുകയാണ് അതുങ്ങൾക്കാണെങ്കിൽ എല്ലാവരും ഭയങ്കര കാര്യമാണ്. അത് ഭയങ്കര നല്ല ഇണക്കമുള്ളൊരു ജീവിയാണ്. ഇതിന് എല്ലാവരും ഇവിടെ ഉള്ളവരെല്ലാം ഫുഡ് കൊണ്ട് കൊടുക്കും. നല്ല ഇണക്കമാണ് ഗൈസ് ഈ പ്രാവ്. നമ്മളെ പേടിയൊന്നുമില്ല അതുങ്ങൾക്ക്. ന്യൂഞ്ഞിയാണ് അതുങ്ങളുടെ കൂടെ കളിക്കാനായിട്ട് നിൽക്കുകയാണ്. അതുങ്ങൾ നല്ല ഫ്രണ്ട്ലിയാണ്.
പ്രാവ്. ഇവിടുത്തെ പ്രാവുകൾ നല്ല ഫ്രണ്ട്ലിയാണ് ഗൈസ്. അതുങ്ങൾ ഓടും, തിരിച്ച് വീണ്ടും വരും. അങ്ങനെ ഞൂഞ്ഞി അതുങ്ങളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഗൈസ്, ഒത്തിരി പ്രാവുകളുണ്ട് ഇവിടെ. നമുക്കിവിടുന്ന് പോകാൻ തോന്നത്തില്ല. പ്രാവുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് പോകാൻ തോന്നത്തില്ല. ഈ ഒരു സൈഡിലായിട്ട് ഫുള്ള് ഫുഡ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, പ്രാവ് പറക്കുന്ന കണ്ടോ ഗൈസ്. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ ഇവിടെ, വെയിൽ ആയിട്ടില്ല. കണ്ടോ ഗൈസ്, പ്രാവ് എന്തോരം പ്രാവാണ് ഗൈസ്. യൂനിക്ക് അവിടെ ഫുഡൊക്കെ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് കയറണമെന്നുണ്ട്, ഞങ്ങൾ അനുവദിക്കുന്നില്ല. അതുങ്ങളെ എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് ഓർത്തിട്ടാണ്. അതുങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കളിക്കാമെന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. യൂനിക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുതമാണ്, ഇത്രയും പ്രാവുകളെയൊക്കെ ഒരുമിച്ച് കാണുന്നത്. സൂപ്പറല്ലേ ഗൈസ്, നല്ല നല്ല രസമില്ലേ ഗൈസ് ഇത്രയും പ്രാവുകളെ ഒരുമിച്ച് കാണാനായിട്ട്. ഇതുങ്ങൾ പറക്കുമ്പോൾ നല്ല സൂപ്പറാണ് കാണാൻ. തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ വരുന്നില്ല. അവൻ ആ പ്രാവിൻ്റെ പുറകെ നടക്കുന്നു. തിരിച്ചു പോകണ്ടെന്നാണ് അവൻ പറയുന്നത്. കണ്ടോ ഗൈസ്, എല്ലാം കൂടെ പറക്കുന്ന കണ്ടോ, സൂപ്പറാണ്. കണ്ടോ, അതുങ്ങൾ മേളിൽ കൂടി പറന്നിട്ട് താഴെ വന്നിരിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. ഞൂഞ്ഞിനെ പറ്റിക്കുന്നതാണ്. ഞൂഞ്ഞ് വീണ്ടും പോയി അടുത്തിരിക്കും. അപ്പോൾ അതുങ്ങൾ പറന്നു പോവും. അതുങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ഞൂഞ്ഞിയും പോയി അവരോട് സംസാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഇവിടുന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കണം ഗൈസ്. ഇവിടുത്തെ ചായ നമ്മുടെ ചായ പോലെയല്ല, ഭയങ്കര സൂപ്പറാണ് ഗൈസ്. ഇവിടെ ഇഞ്ചിയും എന്തൊക്കെയോ ഇട്ടാണ് ഗൈസ് ഇവിടെ ചായ വെക്കുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ് ഗൈസ്. എനിക്കറിയില്ല ഗൈസ് എന്താ ഇടുന്നതെന്ന്. എന്തായാലും ചായ നല്ല മസാല ചായയാണ് ഗൈസ്. നമുക്ക് ഇത് കണ്ട്, ഈ മനുഷ്യനാണ് നമുക്ക് ചായ തരുന്നത്. ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ചായ കുടിക്കുകയാണ്.